റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള യുഎസ് സെനറ്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് അംഗീകാരം. 18 മണിക്കൂർ നീണ്ട മാരത്തൺ വോട്ടെടുപ്പിന് ശേഷമാണ് ബിൽ സെനറ്റ് കടന്നത്. 51-50 വോട്ടിനാണ് ബിൽ സെനറ്റിൽ പാസ്സായത്. അടുത്ത ഘട്ടത്തിൽ ബിൽ പ്രതിനിധി സഭയിലേക്ക് പോകും. സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ദേശീയ കടത്തിൽ $3 ട്രില്യൺ കൂട്ടിച്ചേർക്കാനും ഉദ്ദേശിച്ചുള്ള ബില്ലാണ് ട്രംപ് അവതരിപ്പിച്ചത്. ഏകദേശം 1000 പേജുള്ള നിയമനിർമ്മാണത്തിൽ സെനറ്റർമാർ നിരവധി ഭേദഗതികൾ ആവശ്യപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്തതോടെയാണ് വോട്ടെടുപ്പ് നീണ്ടത്. സൈനിക ചെലവ് വർദ്ധിപ്പിക്കുക, കൂട്ടനാടുകടത്തലിനും അതിർത്തി സുരക്ഷയ്ക്കും ധനസഹായം നൽകുക എന്നിവയാണ് ബില്ലിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. US സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി വെള്ളിയാഴ്ചയോടെ നിയമനിർമ്മാണത്തിന് അംഗീകാരം ലഭിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് സെനറ്റിലെ വിജയം സുപ്രധാന ചുവടുവയ്പായി മാറിയിരിക്കുകയാണ്. ആകെ 100 അംഗങ്ങളുള്ള സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് 53 അംഗങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 45 അംഗങ്ങളുമുണ്ട്. അതേസമയം പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ ഒട്ടേറെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ എതിർക്കാനുള്ള സാധ്യതയുള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത്. കുറഞ്ഞ വരുമാനമുള്ള ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കക്കാരുടെ ഏകദേശം $1 ട്രില്യൺ സബ്സിഡിയുള്ള ആരോഗ്യ പരിരക്ഷ ഇല്ലാതാക്കുന്ന ബില്ലിലെ വ്യവസ്ഥകളെ ചൊല്ലി സെനറ്റർമാർക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നു. 2034 ആകുമ്പോഴേക്കും ഏകദേശം 12 ദശലക്ഷം ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഡെമോക്രാറ്റ് അംഗങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷമുള്ള സെനറ്റിനുള്ളിൽ ട്രംപ് വിജയം കൈവരിക്കുകയായിരുന്നു. മെയ് മാസത്തിൽ ഡോജ് മേധാവി സ്ഥാനം രാജിവെച്ച ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ബില്ലിനെ കുറിച്ചുള്ള തന്റെ വിമർശനം ആവർത്തിച്ചിരുന്നു. ഇതോടെ ട്രംപും മസ്കും തമ്മിലുള്ള പിണക്കം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ഇലോൺ മസ്കിനെ നാടുകടത്തുമോ എന്ന ചോദ്യങ്ങളെ തള്ളിക്കളയാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്തേണ്ടിവരുമെന്ന് പറഞ്ഞ ട്രംപ് അമേരിക്കൻ പൗരനാണെങ്കിലും ഇലോൺ മസ്ക് ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചതെന്നും പറഞ്ഞു. ഫ്ലോറിഡയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എനിക്കറിയില്ല, നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും. ഇലോണിനെ ഡോജിന് നൽകേണ്ടി വന്നേക്കാം. ഡോജ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ തലപ്പത്തിരുന്ന ആളിനെ തന്നെ തിന്നുന്ന ഒരു ഭീകരജീവിയാണ് ഡോജ്. EV മാൻഡേറ്റ് ബില്ലിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഇലോൺ കരുതിയിരുന്നത്. ആർക്കു വേണം ഇലക്ട്രിക് കാറുകൾ? എനിക്ക് ഇലക്ട്രിക് കാർ ആവശ്യമില്ല. എനിക്ക് ഗാസോലിൻ കാറുകളാണ് ഇഷ്ടം. ചിലപ്പോൾ ഹൈബ്രിഡ് കാറുകൾ ഉപയോഗിച്ചേക്കാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാറുകളായിരിക്കാമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ബില്ല് തീർത്തും ഭ്രാന്താണെന്നും രാഷ്ട്രീയ ആത്മഹത്യയാണെന്നുമായിരുന്നു നേരത്തെ ഇലോൺ മസ്ക് വിശേഷിപ്പിച്ചത്. അതേസമയം ഇറാനിൽ ബോംബിടാനുള്ള ദൗത്യത്തിന് പുറപ്പെട്ട US വ്യോമസേനയുടെ B-2 ബോംബറുകളെല്ലാം തിരിച്ചെത്താത്തതിൽ ദുരൂഹതയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 21-ന് US-ലെ മിസോറിയിൽ നിന്ന് പുറപ്പെട്ട ബോംബറുകളിൽ ആദ്യ ഗ്രൂപ്പ് പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പടിഞ്ഞാറോട്ടാണ് പോയത്. 7 ബോംബറുകളടങ്ങിയ 2ാം സംഘമാണ് ഇറാനിൽ ബോംബിട്ടത്. ഈ ബോംബറുകൾ വിജയകരമായി തിരിച്ചെത്തിയെങ്കിലും ആദ്യ സംഘത്തിലേതാണ് മിസോറിയിൽ തിരിച്ചെത്തിയതെന്ന് റിപ്പോർട്ട് പറയുന്നു.